മുനമ്പം വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് ടി.പി. രാമകൃഷ്ണൻ. കൈവശക്കാർക്കൊപ്പമാണ് ഇടതുപക്ഷമെന്നും LDF കൺവീനർ പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ഈ ഒരു കുടുംബത്തെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. അതിനനുസൃതമായ തീരുമാനങ്ങളെടുത്ത് പ്രാവർത്തികമാക്കുമ്പോഴുള്ള അതിൻ്റെ എല്ലാ നിയമവശവും പരിശോധിച്ച് ജനങ്ങൾക്ക് അവിടുത്തെ കൈവശക്കാരായ ആളുകൾക്ക് കൂടുതൽ സംരക്ഷണം കിട്ടണം. അങ്ങനെ ഒരു നിലപാടെടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട് അതാണ്. അത് കേരളത്തിൽ ഇപ്പോൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് നിലപാടിലെത്താൻ പോകുന്നുണ്ട്. അതുകൊണ്ട് മുൻപത്തെ കൈവശക്കാരുടെ പക്ഷത്താണ് ഇടതുപക്ഷ ജനാധിപത്യം. അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻപം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത്. ഷീജ ചേരുകയാണ്. ഷീജ, മുനമ്പത്തെ സാധാരണക്കാരായ ആളുകൾക്കൊപ്പമാണ് ഇടതുപക്ഷ മുന്നണി എന്ന് ടി.പി. രാമകൃഷ്ണൻ വിശദീകരിക്കുന്നതിനോടൊപ്പം പ്രശ്നപരിഹാരത്തിന് സർവകക്ഷി യോഗം ഉൾപ്പെടെയുള്ള സാധ്യതകളും തേടുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഏതായാലും മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായിരുന്നു ടി.പി. രാമകൃഷ്ണൻ ഉദ്ദേശിച്ചിരുന്നത്. അത് സർവകക്ഷി യോഗമല്ല, മറിച്ച് ഉന്നതതല യോഗം ഇന്നിപ്പോൾ ചേരുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ നേരത്തെ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരും ഇടതുമുന്നണിയും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു കുടുംബത്തെയും അവിടെ നിന്നും ഒഴിപ്പിക്കില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും സംരക്ഷണം കിട്ടണം എന്നുള്ളതാണ് സർക്കാരിന്റെയും LDFന്റെയും നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അതിൽ ഊന്നി തന്നെയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ചും ഈ വിഷയത്തെ വർഗീയമായി ഉപയോഗിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നും അവിടെയുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇന്നിപ്പോൾ ഉന്നതതല യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ അവിടെ ഉള്ളവർക്ക് അനുകൂലമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കുപോക്ക് തന്നെയാണ് സർക്കാർ നടത്തുന്നത് എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞത്, അതായത് ഇന്നിപ്പോൾ ഇടതുമുന്നണിയുടെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട ഏറ്റവും സുപ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലം, അതിന് ദുരന്തമുണ്ടായി 3 മാസം പിന്നിട്ടിട്ടും കേന്ദ്രം സംസ്ഥാനത്തെ സഹായിക്കാത്ത ഒരു നിലപാട്, ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെ അറിയിച്ചിട്ടുള്ളത് ഘട്ടം. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരായി പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഡിസംബർ 5-ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ LDF തീരുമാനിച്ചു. ഇന്ന് ചേർന്ന LDF യോഗമാണ് തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കായിരിക്കും പ്രതിഷേധ മാർച്ച് നടത്തുക. മറ്റു ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കൂടിയാണ് ഇന്നിപ്പോൾ LDF യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. ഇതിൽ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ തെറ്റായിട്ടുള്ള നിലപാട്, അതിനൊപ്പം തന്നെ കിഫ്ബിയുടെ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിന്റെ ആസൂത്രിത പദ്ധതികൾ, ഇതിനെതിരെ കൂടിയാണ് ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭത്തിൽ ആർക്കൊക്കെ അണിചേരണമോ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സമരം നടത്താൻ തന്നെയാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള സമരം സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയും ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഈ ഒരു പ്രക്ഷോഭം, ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രക്ഷോഭത്തിൽ പ്രതിപക്ഷത്തെ കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുകൂടി LDF കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.